ഹായ് ഓൾ, നമ്മൾ ഇന്ന് അടുത്ത ചാപ്റ്ററുമായിട്ട് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് റീനീറ്റിന്റെ ക്വസ്റ്റ്യനുമായിട്ടാണ്. ഓക്കെ, എല്ലാവർക്കും എളുപ്പമായിരുന്നു അല്ലേ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ്? ഓക്കെ, അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്തവണ ചോദിച്ചത്. ഓക്കെ, എല്ലാ തവണയും ഈ ചാപ്റ്ററിൽ നിന്നും മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ഇത്തവണ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്ന് റീനീറ്റിന് ക്വസ്റ്റ്യൻ ഒന്നും തന്നെ ചോദിച്ചില്ല. ആൻഡ് എന്താണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് ഫിലോടാക്സി ഈസ് ദ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ്, എല്ലാവർക്കും വളരെ എളുപ്പമായിട്ടുള്ള ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കെയർലെസ് മിസ്റ്റേക്ക് ഇല്ല എങ്കിൽ നേരെ പോയി നമ്മൾ മാർക്ക് ചെയ്യുക ലീവ്സ് ആയിരിക്കും അല്ലേ. ഫിലോടാക്സി ഈസ് ദ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ്. അതേപോലെ തന്നെ ഈസ്റ്റിവേഷൻ നമുക്കറിയാം സെപ്പൽ പെറ്റലിന്റെ അറേഞ്ച്മെന്റ് ആണ്. ദെൻ പ്ലാസന്റേഷൻ ഓവ്യൂളിന്റെ അറേഞ്ച്മെന്റ് ആണ്. ഇങ്ങനെ 3 അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഓക്കെ, സെപ്പൽ എന്ന് പറയുമ്പോൾ കാലിക്സിന്റെ യൂണിറ്റ് ആണെന്ന് അറിയാം, ഫ്ലവേഴ്സ് നമുക്കറിയാം, ഫ്രൂട്ട്സ്, അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എളുപ്പത്തിൽ പോയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. പ്ലാസന്റേഷൻ എത്രയോ തവണ ഇത് തന്നെ ചോദിച്ചിട്ടുണ്ട്. പ്ലാസന്റേഷൻ്റെ ക്വസ്റ്റ്യൻ എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട് മക്കളെ. ആൻഡ് മാർജിനൽ പ്ലാസന്റേഷൻ ആർക്കാണുള്ളത്? മാർജിനൽ പ്ലാസന്റേഷൻ ഉള്ളത് പീ പ്ലാന്റ് അല്ലേ. ഫാബേസിയുടെ ടിപ്പിക്കൽ ഫീച്ചറാണ് ദേ ഹാവ് മാർജിനൽ പ്ലാസന്റേഷൻ എന്നുള്ളത്. ആൻഡ് ആക്സിയൽ പ്ലാസന്റേഷൻ നമുക്കറിയാം, നമുക്ക് ബ്രാസിക്കേസിയയിൽ പരൈറ്റൽ പ്ലാസന്റേഷൻ ആണ്. ആക്സിയൽ പ്ലാസന്റേഷൻ നമുക്കറിയാം മാൽവേസി, ദാറ്റ് ഈസ് ചൈന റോസിന്റെ ഫാമിലിയിൽ ആക്സിയൽ പ്ലാസന്റേഷൻ ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം ടൊമാറ്റോ ഒക്കെ വരുന്ന സൊളനേസിയ ഫാമിലി. അതേപോലെ അപ്പോൾ ആക്സിയൽ പ്ലാസന്റേഷൻ സൊളനേസിയയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം പിന്നെ സിട്രസ്, ഓഫ് കോഴ്സ് സിട്രസ് ആക്സിയൽ പ്ലാസന്റേഷൻ ആണ്. ഇവിടെ ആക്സിയൽ പ്ലാസന്റേഷൻ വരുമ്പോൾ ടൊമാറ്റോ വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് പരൈറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആർജിമോൺ മസ്റ്റാർഡ് അല്ലേ. മസ്റ്റാർഡിന്റെ ഫാമിലി ബ്രാസിക്കേസിയുടെ ടിപ്പിക്കൽ ഫീച്ചറാണ് ദേ ഹാവ് പരൈറ്റൽ പ്ലാസന്റേഷൻ എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഫ്രീ സെൻട്രൽ, ഓക്കെ, ഫ്രീ ഡയാന്തസ് ആൻഡ് പ്രിംറോസ്, ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ. അപ്പോൾ ഡി ഈസ് ദ ആൻസർ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഡി എന്ന് പറഞ്ഞാൽ 3 വരും അല്ലേ. അപ്പൊ എ എന്ന് പറഞ്ഞ 4, B2, C1 and D3. ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് അപ്പോൾ വളരെ എളുപ്പമായിട്ടുള്ള പ്ലാസന്റേഷൻ ചോദിക്കാറുണ്ട്, ഈസ്റ്റിവേഷന്റെ മാച്ച് ദ കോളം ചോദിക്കാറുണ്ട്. അങ്ങനെ മിക്കവാറും ഈ ഹൈപ്പോഗൈനസ്, എപ്പിഗൈനസ്, പെരിഗൈനസിന്റെ ഒരു ഡയഗ്രാം ആയിരുന്നു കഴിഞ്ഞ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. NCERT തന്നെ ഡയറക്റ്റ് കിടക്കുന്ന ഡയഗ്രാംസ് ഒക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ പ്ലാസന്റേഷന് തന്നെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അത് ഫാമിലി ബേസ് ചെയ്താണ്. നമുക്കറിയാം ഒരുപാട് ഫാമിലീസ് NTA 2023 ഇൻട്രൊഡ്യൂസ് ചെയ്തുവെങ്കിലും, സിലബസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുവെങ്കിലും ഇപ്പോഴും നമുക്കറിയാം ഫാമിലി NCERT തന്നെയാണ് ഇപ്രാവശ്യം സോളനേസിയിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രിപ്പറേഷനിൽ എല്ലാ ഫാമിലിയും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഷോ ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സോളനേസിയ ഫാമിലി. ഫ്ലവേഴ്സ് ആർ ബൈസെക്ഷൽ ആൻഡ് ആക്ടിനോമോർഫിക്. ഫ്ലവേഴ്സ് ആർ ബൈസെക്ഷൽ ആൻഡ് ആക്ടിനോമോർഫിക്, ഓഫ് കോഴ്സ്. ഓക്കെ, ആക്ടിനോമോർഫിക് ആണ്. നമുക്കറിയാം സൈഗോമോർഫിക് ആയിട്ടുള്ളത് ഈ പറഞ്ഞ പീ, ബീൻസ്, കാഷ്യ, ഗുൽമോഹർ ഒക്കെയാണ്. ഓക്കെ, ആൻഡ് കാലിക്സ് 5 ആൻഡ് യുണൈറ്റഡ് മീൻസ് ഗ്യാമോസെപ്പാലസ് ആണ്. കറക്റ്റ്, പെർസിസ്റ്റന്റ് കാലിക്സ് ഉള്ള ഫാമിലിയും കൂടാണ് സോളനേസി. ഓക്കെ, ആൻഡ് ആൻഡ്രീഷ്യം ഹാവ് 5 സ്റ്റേമൻ ആൻഡ് ആർ എപ്പിപെറ്റലസ്. സ്റ്റേമൻസ് ഉണ്ട്, അത് ഫ്രീ ആണ്, ദാറ്റ് ഈസ് പോളിയാൻഡ്രസ് ആണ്, ആൻഡ് എപ്പിപെറ്റലസ് ആണ്. ഓക്കെ, കറക്റ്റ്. ആൻഡ് ഓവറീസ് ഇൻഫീരിയർ അല്ല, ഓവറി ഇൻഫീരിയർ അല്ല. ഓവറി ഇൻഫീരിയർ എന്ന് പറയുമ്പോൾ ഇത് ഹൈപ്പോഗൈനസ് ആണ്, സുപ്പീരിയർ ഓവറി ആയിട്ടുള്ള ഫാമിലിയാണ് സോളനേസി. ഇൻഫീരിയർ ഓവറി, ഗാവ, കുക്കുംബർ, റേ ഫ്ലോററ്റ് ഓഫ് സൺഫ്ലവർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ എയും ബിയും സിയും ആണ് മക്കളെ സോളനേസി ഫാമിലിയെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. കറക്റ്റ്. ഓക്കെ, ആൻഡ് വാട്ട് ദാറ്റ്സ് അബൌട്ട് മക്കളെ ദീസ് ചാപ്റ്റർ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഓക്കെ, എല്ലാവർക്കും സ്കോർ അടിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.